നമ്മുടെ വീട്ടുപടിക്കൽ ഒരു കൂവളമുണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല. ആയുർവേദത്തിൽ ഇതിനെ ശിവദ്രുമം എന്നാണ് വിളിക്കുന്നത്. വെറുമൊരു ഭക്തിയുടെ പേരിലല്ല, മറിച്ച് തലമുറകളായി നമ്മൾ കണ്ടുവരുന്ന അത്ഭുതകരമായ ഔഷധഗുണങ്ങളുള്ളതുകൊണ്ടാണ് കൂവളം ഇത്രയേറെ ആദരിക്കപ്പെടുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കൂവളത്തിന്റെ ആരുമറിയാത്ത ആരോഗ്യരഹസ്യങ്ങളെക്കുറിച്ചാണ്. കേവലം ഒരു ഔഷധസസ്യം എന്നതിലുപരി ഭാരതീയ സംസ്കാരത്തിന്റെ, പ്രത്യേകിച്ച് കേരളീയ ജീവിതത്തിന്റെ ഭാഗമാണ് കൂവളം. ഹൈന്ദവ വിശ്വാസപ്രകാരം പവിത്രമായി കരുതപ്പെടുന്ന ഈ സസ്യം നമുക്ക് വെറുമൊരു മരമല്ല, മറിച്ച് ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ആരോഗ്യവും ആശ്വാസവും പകരുന്ന സാക്ഷാൽ പരമശിവന്റെ പ്രതിരൂപം കൂടിയാണ്. കേരളത്തിലെ ക്ഷേത്രമുറ്റങ്ങളിലും കാവുകളിലും ആത്മീയതയുടെ പരിമളം പരത്തി കൂവളം നിലകൊള്ളുന്നു. ജ്യോതിശാസ്ത്രപരമായി നോക്കിയാൽ ചിത്തിര നക്ഷത്രക്കാരുടെ ജന്മവൃക്ഷമാണ് കൂവളം. സ്വന്തം നക്ഷത്രവൃക്ഷത്തെ നട്ടുപിടിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് ആയുസ്സും ഐശ്വര്യവും വർദ്ധിപ്പിക്കുമെന്നാണ് വിശ്വാസം. കാറ്റിലും നിഴലിലും പോലും ഔഷധഗുണം നിറച്ചുവെച്ച അപൂർവം സസ്യങ്ങളിൽ ഒന്നാണിത്. കാഴ്ചയിലും ഗുണത്തിലും ഏറെ പ്രത്യേകതകളുള്ള ഈ മരത്തെക്കുറിച്ച് മറ്റൊരു അത്ഭുതകരമായ വിശ്വാസം കൂടിയുണ്ട്. സകല രോഗങ്ങളെയും മാറ്റാനുള്ള അമിതശക്തി കൂവളക്കായയിൽ സൂക്ഷിച്ച ഭസ്മത്തിനുണ്ടെന്ന് പൗരാണികമായി വിശ്വസിക്കപ്പെടുന്നു. വിശ്വാസവും വിജ്ഞാനവും ഒരുപോലെ ഒത്തുചേരുന്ന കൂവളം പ്രകൃതി മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ വരദാനമാണ്. ഇന്നത്തെ കാലത്ത് പ്രമേഹവും ബിപിയും അലട്ടാത്തവർ ചുരുക്കമാണ്. കൂവളത്തിന്റെ പച്ചില നീര് 10 മില്ലി വീതം ദിവസവും രാവിലെ കഴിക്കുന്നത് ഇൻസുലിൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതുകൂടാതെ ബിപി നിയന്ത്രിക്കാനും ഹൃദയപേശികൾക്ക് കരുത്തു പകരാനും കൂവളം ഒരു കവചമായി പ്രവർത്തിക്കും. കരൾ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്കും ഇതിന്റെ തളിരില നീര് ഒരു മികച്ച പ്രതിവിധിയാണ്. ഇത്രമാത്രമല്ല കേട്ടോ, ശ്വാസകോശ രോഗങ്ങളായ ആസ്മ, ചുമ, കഫക്കെട്ട് എന്നിവയ്ക്ക് കൂവളത്തില നീരും കുരുമുളകും തേനും ചേർത്ത മിശ്രിതം വളരെ ഫലപ്രദമാണ്. ഇനി ചർമ്മരോഗങ്ങളുടെ കാര്യമെടുത്താൽ ഫംഗസ് ബാധയും വ്രണങ്ങളും മാറ്റാൻ കൂവളത്തിലയിട്ട് തിളപ്പിച്ച വെള്ളം ഉപയോഗിക്കാം. ഉറക്കക്കുറവ് നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ കൂവളത്തിന്റെ വേരിലെ തൊലി അരച്ച് വെണ്ണയിൽ ചാലിച്ച് കാൽവെള്ളയിൽ പുരട്ടി നോക്കൂ. നല്ല ഉറക്കം ലഭിക്കാൻ ഇത് സഹായിക്കും. ഇതിന്റെ ഗുണങ്ങൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ പറഞ്ഞു തീർക്കാവുന്നതല്ല. നമ്മുടെ പൂർവികർ വിവിധ രോഗങ്ങൾക്കും ആരോഗ്യപ്രശ്നങ്ങൾക്കും ഇതിനെ ഏതൊക്കെ രീതിയിൽ ഔഷധമായി ഉപയോഗിച്ചിരുന്നു എന്നതിനെക്കുറിച്ച് വളരെ വിശദമായ ഒരു ലേഖനം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഓരോ ഔഷധപ്രയോഗങ്ങളും വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന രീതികളും അതിൽ നിങ്ങൾക്ക് വായിക്കാം. ആ ബ്ലോഗിന്റെ ലിങ്ക് താഴെ ആദ്യ കമന്റിൽ നൽകിയിട്ടുണ്ട്.